അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലും മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു 2 കഷ്ണം ഇഞ്ചി, ഒരു 3-4 ഏലക്കയും പട്ടയും ഗ്രാമ്പും, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ സാജീരകം, ഒരു 4 മാഗി ക്യൂബ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് ഒരിക്കലും കൂടി പോവരുത് കേട്ടോ, മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടേബിൾ സ്പൂണോളം മന്തി മസാല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള തവിടെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തവിടെണ്ണ തന്നെ ആവണമെന്നില്ല കേട്ടോ, സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതുപോലെ ഓയിൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. നമ്മൾ ചോറിൽ വേറെ ഓയിലൊന്നും ചേർക്കണില്ല കേട്ടോ. ചിക്കൻ വെന്തതിൻ്റെ ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് അത് ചോറിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ചിക്കൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല, പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഏകദേശം നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് മസാലയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാ ചിക്കനും ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. അത് കണ്ടില്ലേ, ചിക്കനൊക്കെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി എടുത്തതിന് ശേഷം പകുതി ഓയിൽ നമ്മളിതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഓയിൽ നമുക്ക് ചോറിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഇതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഞാനിവിടെ കുതിർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഞാനിവിടെ അരി വേവിച്ചെടുക്കാനായിട്ട് ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, കുരുമുളക്, ബേ ലീഫ്, ഒരു ഉണക്കനാരങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അധികം വെന്ത് കുഴയരുത് കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം വേവാവണ സമയത്ത് ഊറ്റിയെടുക്കാം. അപ്പോൾ അത് കണ്ടില്ല, ഇതേ ഒരു വേവിൽ വേണം ഊറ്റിയെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ എപ്പോഴാണെങ്കിലും മന്തി ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അരിൻ്റെ വേവ് കൂടി പോവരുത് കേട്ടോ, അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. വേവ് കൂടി കഴിഞ്ഞാൽ പിന്നെ മന്തി കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചോറ് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ചോറ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ടീസ്പൂൺ വീതം യെല്ലോ കളറും റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ ബൗൾ വെച്ചതിന് ശേഷം 2 ചാർക്കോൾ കത്തിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചിക്കൻ എടുത്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ കനലിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പുക പുറത്ത് പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ഇനി ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തുറന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ മന്തി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയെടുക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മന്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.